അയാളുടെ ആർത്തിയോടെയുള്ള നോട്ടം അവളുടെ നിറഞ്ഞ മാരണങ്ങളിൽ എത്തി നിന്നു. അതോടെ അവജ്ഞയോടെ അയാളെ ഒന്ന് നോക്കിക്കൊണ്ട് മയൂരി വീടിനടുത്തേക്ക് കയറിപ്പോയി. അത് കണ്ടതും ആ മധ്യവയസ്കൻ ചോര കണ്ണുകളോടെ സാവിത്രിയെ നോക്കി. നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അവളുടെ ഈ ചാട്ടമൊക്കെ ഇല്ലാതായിക്കോളും. പക്ഷെ ഓർമ്മയുണ്ടല്ലോ, എൻ്റെ ആങ്ങളെ മേടിച്ച കടവങ്ങ് എഴുതി തള്ളിയേക്കണം. കൊഞ്ചലോടെ സാവിത്രി എന്ന് പറഞ്ഞതും നിങ്ങളുടെ അനിയൻ മേടിച്ച കട മാത്രമല്ല, പറഞ്ഞ തുകയും ഞാൻ കയ്യിലോട്ട് വെച്ചു തരും. അവളെ എനിക്ക് തന്നാൽ മതി എന്ന് അയാൾ പറഞ്ഞിരുന്നു. അതെല്ലാം അകത്തളങ്ങളിലിരുന്ന് മയൂരി കേൾക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ ഒഴുകിയിറങ്ങി. പേര് കേട്ട കോവിലകമായിരുന്നു അത്. അവിടുത്തെ തമ്പുരാന്റെ ഒറ്റ മകളാണ് മയൂരി ജനിച്ചത്. എന്നാൽ അവൾ ജനിച്ച് 4 വയസ്സ് കഴിയുമ്പോഴേക്കും അമ്മയ്ക്ക് മാരകമായ അസുഖം പിടിപെട്ടു. അമ്മ അവരെ വിട്ട് പിരിഞ്ഞപ്പോൾ അച്ഛൻ അത് താങ്ങാൻ കഴിഞ്ഞില്ല. അയാൾ മദ്യത്തിൽ അഭയം കണ്ടെത്തി. നല്ലൊരു മനുഷ്യൻ അങ്ങനെ നശിച്ചു പോകുന്നത് കണ്ട് ഭയന്ന വീട്ടുകാർ അയാളെ തിരിച്ച് കല്യാണം കഴിപ്പിച്ചു. അങ്ങനെ 2ാം ഭാര്യയായി അവിടേക്ക് വന്നതായിരുന്നു സാവിത്രി. മയൂരിയുടെ അമ്മ ലക്ഷ്മിയുടെ സ്വഭാവം ഏവരെയും ആഗ്രഹിക്കുന്ന വിധം നല്ലതായിരുന്നു. എന്നാൽ അതിൻ്റെ നേരെ വിപരീതമായിരുന്നു സാവിത്രി. എല്ലാവരെയും വെറുപ്പിച്ച് ബന്ധുക്കൾ എല്ലാവരും കോവിലകം വിട്ടുപോയി. ഒടുവിൽ തമ്പുരാനും മയൂരിയും സാവിത്രിയും മാത്രമായി. തമ്പുരാന്റെ മുൻപിൽ വെച്ച മയൂരിയെ സാവിത്രി താഴെയും തലയിലും വയ്ക്കാതെ നോക്കി. എന്നാൽ യഥാർത്ഥത്തിൽ അവർക്ക് മയൂരിയെ കണ്ണിന് നേരെ കാണുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു. അനാവശ്യമായി സാവിത്രിയുടെ ആളുകൾ കോവിലകത്ത് കയറിയിറങ്ങി അവകാശം സ്ഥാപിക്കാൻ തുടങ്ങി. തമ്പുരാൻ അതിനെ എതിർത്തതും ഒരു ദിവസം എല്ലാവരും കണ്ടത് കുളത്തിൽ പോകിയ അദ്ദേഹത്തിന്റെ മരവിച്ച ശരീരമാണ്. കുളക്കരയിൽ ഇരുന്ന് മദ്യപിക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ട് മദ്യപിച്ച് ലെക്ക് കെട്ട് അതിലേക്ക് വീണതാണെന്ന് എല്ലാവരും വിചാരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഉള്ളിൽ മദ്യത്തിന്റെ അംശം കണ്ടെത്തിയിരുന്നു. എന്നാൽ അതോടെ മയൂരിയുടെ കഷ്ടകാലം തുടങ്ങി. സുന്ദരിയായ അവളെ സാവിത്രിയുടെ ബന്ധുക്കൾ പല രീതിയിൽ ഉപദ്രവിക്കാൻ ആരംഭിച്ചു. അപ്പോഴാണ് നാട്ടിലെ കൊള്ളപ്പലിശക്കാരൻ തമിഴൻ ഒരു ദിവസം അവളെ കാണുന്നത്. സാവിത്രിയുടെ ആങ്ങൾ അയാളിൽ നിന്നും വലിയൊരു തുക വായ്പയായി വാങ്ങിയിരുന്നു. അത് തിരിച്ചു തരേണ്ട എന്നും പകരം അവളെ നൽകിയാൽ മതിയെന്നും സാവിത്രിയുടെ ആങ്ങളെ തമിഴൻ അറിയിച്ചതിനെ തുടർന്ന് അയാളാണ് സാവിത്രിയെ പറഞ്ഞ് അത് സമ്മതിപ്പിച്ചത്. ഒരു വലിയ തുക സാവിത്രിക്ക് നൽകാമെന്ന് പറഞ്ഞപ്പോൾ അവർ അതിന് തയ്യാറായി. മുൻപ് തന്നെ ബന്ധുക്കളെ വെറുപ്പിച്ച് പറഞ്ഞയച്ചത് കൊണ്ട് ആരും തങ്ങളുടെ കാര്യത്തിൽ ഇടപെടില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. പക്ഷേ മുൻപ് കോവിലകത്തുണ്ടായിരുന്ന കാര്യസ്ഥൻ ഇടയ്ക്കിടെ അവിടേക്ക് വരാറുണ്ട്. മയൂരിയുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് അയാളായിരുന്നു. ഒരു വസ്ത്രം പോലും വാങ്ങിക്കൊടുക്കില്ല. കാര്യസ്ഥന്റെ മകനിപ്പോൾ ഗവൺമെന്റ് ജോലിയുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലാണ് അവരുടെ കുടുംബം മുന്നോട്ട് പോകുന്നത്. പക്ഷെ അയാൾക്ക് പണ്ട് കോവിലകത്ത് നിന്ന് കൈപ്പറ്റിയ ഓരോ രൂപയ്ക്കും ഇപ്പോഴും നന്ദിയുണ്ട്. അതിനെ തുടർന്നാണ് മയൂരിയുടെ അവസ്ഥയറിഞ്ഞ് അയാൾ സഹായിക്കുന്നത്. ഇത്തവണ കാര്യസ്ഥൻ വന്നപ്പോൾ മയൂരിയെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ വിടാതെ സാവിത്രി കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതോടെ എന്തോ പ്രശ്നമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. എല്ലാ വ്യാഴാഴ്ചയും അമ്പലത്തിലേക്ക് പോകുന്ന പതിവുണ്ട് മയൂരിക്ക്. അതറിയാവുന്ന അയാൾ വഴിയിൽ അവളെ കാത്തുനിന്നു. കാര്യങ്ങളെല്ലാം മയൂരി തുറന്നു പറഞ്ഞു. തമിഴിന് കഴുത്ത് നീട്ടി കൊടുക്കുന്നതിന് വന്നാൽ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നും. അത് കേട്ടപ്പോൾ അയാൾക്ക് ഭയം തോന്നി. ബുദ്ധിമോശമൊന്നും കാണിക്കരുത് എന്നും എല്ലാത്തിനും ഞാൻ പരിഹാരമുണ്ടാക്കാമെന്നും പറഞ്ഞു. അയാൾ തന്നെ വീട്ടിലേക്ക് ചെന്നു. മകനോട് മയൂരിയുടെ കാര്യം പറഞ്ഞു. അവനാണ് അച്ഛനോട് പറഞ്ഞത് വിളിച്ചിറക്കി കൊണ്ടുവരാൻ, താലി കെട്ടി അവൻ്റെ ഭാര്യയായി ഇവിടേക്ക് കയറ്റാമെന്ന്. അത് കേട്ടതും അയാൾക്ക് സന്തോഷമായി. കോവിലകത്തേക്ക് ചെന്ന് അവളെ ഇറക്കി. ഒപ്പം മകനും ഉണ്ടായിരുന്നു. വിനീതിനെ മയൂരിക്കും നന്നായി അറിയാമായിരുന്നു, അവളുടെ കളിക്കൂട്ടുകാരൻ. അപ്പോഴേക്കും സാവിത്രി എല്ലാവരെയും വിവരം അറിയിച്ചു. തമിഴനും അവൻ്റെ ഗുണ്ടകളും എത്തി. എന്നാൽ അവിടെ വലിയൊരു പ്രശ്നം നടന്നതിനെ തുടർന്ന് പോലീസ് എത്തി. അവരുടെ മുന്നിൽ വെച്ച് മയൂരി മറ്റൊരു സത്യം വെളിപ്പെടുത്തി. തൻ്റെ അച്ഛനെ തമിഴനും സാവിത്രിയുടെ ആങ്ങളെയും ചേർന്ന് കൊല്ലുന്നത് അവൾ കണ്ടുവെന്ന്. വിനീതിന് പരിചയമുള്ള പോലീസുകാരായിരുന്നു. അവർ കാര്യമായി അന്വേഷിച്ചപ്പോൾ അവർക്കതിന് തെളിവുകൾ കിട്ടി. അതോടെ തമിഴിനും സാവിത്രിയും ആങ്ങളെയും ജയിലിലായി. കോവിലകം മയൂരിക്ക് തന്നെ തിരിച്ചു കിട്ടി. വിനീതുമായുള്ള വിവാഹത്തിന് മംഗളം നേർന്നുകൊണ്ട് അവളുടെ എല്ലാ ബന്ധുക്കളും എത്തിച്ചേർന്നിരുന്നു. താനിനി സുരക്ഷിതമായ കൈകളിലാണെന്ന് അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഒപ്പം ഒരു അച്ഛൻ്റെ വാത്സല്യങ്ങൾ കൊടുക്കാൻ കാര്യസ്ഥനും കൂടെ തന്നെ ഉണ്ടായിരുന്നു. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്